ഇവിടെ ആരും ഇല്ലേ? നല്ല സെറ്റപ്പിലാണല്ലോ ചെയ്യണൊക്കെ. അല്ല ആരൊക്കെ ഈ വരുന്നേ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? എന്തൊക്കെ ഈ വഴിക്കൊന്നും വരാൻ പറ്റൂലേ? എന്താ വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങാണ്ട് പോന്നിക്കണ? ആരേലും കേറിയിട്ടുണ്ടെങ്കിൽ അറിയോ? ആ വാതില് ഞാൻ നേരത്തെ അവിടെ അടിച്ചു വരിങ്ങാണ്ട് അവിടെ തുറന്നിട്ടാണ്. ഇങ്ങനെ റൂമും ഇതൊക്കെ ഇങ്ങനെ അടച്ചിട്ടിട്ടേ ഒരു ജായി മണം വരികയാണ്. അപ്പൊ ഞാൻ ആൾക്കാട് തുറന്നിട്ടാ ജനലും വാതിലൊക്കെ ഇരിക്ക. അല്ല എന്താ ഈ വഴിക്കൊക്കെ? എന്തേലും പരിപാടി എന്തേലും ഉണ്ടായിരുന്നാ? ഞാൻ എടീക്ക് ഇവിടെ അങ്ങനെ ഒരു കല്യാണം ഉണ്ട് ഓഡിറ്റോറിയത്തിലേ. അത് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ വിചാരിച്ച അന്യം പെണ്ണിനെ ഒന്ന് കാണാനൊന്ന് കൊറേ ആയല്ലോ കണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്ന് ഇവിടാണ്ട് ഇറങ്ങാണ്. ഇപ്പൊ എന്തായാലും ഇതുവരെ വന്നിട്ട് എന്റെ അടുത്ത് വരാതിരുന്ന അത് ശരിയാവില്ലല്ലോ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. എന്തൊരു വെയിലാണ് വെച്ചിട്ടാ. മഴയും പോയി ഒക്കെയും പോയി. ഇപ്പൊ വെയിൽ തന്നെ ആയി. ഈ തോതില് പോവാണെന്നുണ്ടെങ്കില് വള്ളൊക്കെ ഇപ്പൊ എല്ലായിടത്തും വറ്റും. അപ്പൊ തോന്നി. അല്ലാതെ ഇപ്പൊ ആരും ഇപ്പൊ ഈ വഴിക്കൊന്നും വരൂലല്ലോ. ഇരിക്കെന്തായാലും. ആ എന്താണ് ചൂട്. അല്ലടി ഈ പെരക്ക് ഇപ്പൊ എത്ര വാടക? ഇതിന് 4000 ഉറുപ്യ വാടക. 4000 ഉറുപ്യേ? ഇത്രയും വലിയ പെരൊക്കെ എടുക്കേണ്ടി ഉണ്ടായിനടി എനക്ക്. ഒരു ചെറിയൊരു ഓടിട്ട പെര എന്തെങ്കിലും ഒക്കെ നോക്കിയാ പോരായില്ലേ? വലിയ പെരയാണെങ്കിൽ എന്താ ചൂടാണല്ലേ? എന്തൊരു ചൂടാണ് ഇതിന്റെ ഉള്ളിൽ. നിങ്ങളൊക്കെ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിക്കണത്? വേറെ ഇപ്പൊ ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ. ഇതന്നെ കിട്ടിയത് വലിയൊരു ഇത് വെച്ചിട്ട് നടക്ക. അല്ലടി എന്നിട്ട് പെണ്ണ് എവിടെ? ഓളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഓള് ജോലിക്ക് പോയിക്കണേ. ഓളിപ്പോ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 2 കൊല്ലൊക്കെ ആയില്ലേ? ഓള് പോണോണ്ടല്ല ഇപ്പൊ ഇവിടെ ഇത് മുന്നോട്ട് പോണത്. ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരും അറിയണില്ല ഞങ്ങളെ കാര്യങ്ങളൊന്നും. ഞാൻ ഈ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ വിചാരിച്ചിട്ട് ഒരാളെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക. കാക്കാക്ക് വേറെയും കാരണവന്മാരൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെ മേലെ ഉണ്ടല്ലോ ഇനിയും. ആരും ഒന്ന് വിളിക്കേ ഒന്ന് സംസാരിക്ക ഒന്നുമില്ല. ഒന്ന് വന്ന് കാണെങ്കിലും ചെയ്യ. അവിടത്തേന്റെ ചോര പറഞ്ഞല്ലേ എന്റെ മകള്. അതൊന്നും ആരും ചിന്തിക്കണില്ല. പോയോല് പോവുക അത്ര തന്നെ. എന്നാ നിങ്ങൾ ഇരിക്കും. ഞാൻ ചായ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഒരു തുള്ളി ചായ തന്നാളാ. ബിരിയാണി ഇന്നയല്ലേ. അപ്പൊ അതിന് മേലെ ഒരു തുള്ളി ചായ കുടിക്കുന്നത് നല്ലതാണ്. മക്കളൊക്കെ ഇങ്ങനെ പണിക്കാന്ന് വെച്ചിട്ട് നല്ല സുഖത്തിലാണ് ഓള്. എങ്ങനായാലേ എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞിട്ട് ഓളാ പണിക്കോക്ക് നിർത്തണം. ഇത്രയും വലിയ പേര് 4000 ഉറുപ്പ്യൊക്കെ കൊടുത്തിട്ട് നിക്കണത്. അപ്പൊ നല്ല പൈസ ഉണ്ടാവേ. മാപ്പിള മരിച്ചാലെന്താ? എന്റെ ആങ്ങളുടെ ഒരു ഗതികേടാ ഞാൻ ആലോചിക്കണത്. ഇത് ചായ കുടിച്ചിട്ട് വർത്താനം പറയും. എന്താ ഇങ്ങനെ ബിരിയാണി ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ എന്തായാലും കുടിക്കണം. അതതിന്റെ ഒരു രസാണ്. ചൂടാറട്ടെ എന്നിട്ട് കുടിക്കാം. പിന്നെ എന്തൊക്കെയാ എന്നിട്ട്? എപ്പ വന്നതാ അങ്ങണ്ട്? രാവിലെ. അനക്കൊക്കെ ഒന്ന് ആണ്ടൊക്കെ ഒന്ന് വന്നൂടെടി. ഇങ്ങനെ എവിടേക്കും വരാതെ ഇങ്ങനെ നിക്കണ എന്താണ്? ഒന്ന് വന്നു പോവൊക്കെ ചെയ്തൂടെ? ഞങ്ങള് വിളിക്കായിട്ടാ? അന്റെ മാപ്പിളുടെ പേരേക്ക് ഞങ്ങള് വിളിക്കണോ? അനക്ക് വന്നൂടെ കാണാനൊക്കെ? എന്താ ഇപ്പൊ എല്ലായിടത്തേക്കും വന്നിട്ട്? കാക്ക മരിച്ചതിന്റെ ശേഷം ആരും ഇങ്ങോട്ടൊന്നും കേറിയിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ആൾക്കാര് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. പിന്നെ ഇപ്പൊ ഞമ്മള് വേണ്ടാത്ത ആൾക്കാരുടെ അടുത്തേക്ക് എന്തിനാ ഞമ്മള് വരുന്ന വിചാരിച്ചിട്ട് അങ്ങനാണ്ട്. പിന്നെ പെണ്ണ് ജോലിക്ക് പോവല്ലേ. അപ്പൊ ഓരോരോ തിരക്കാണ്. ഇവിടെ ആളില്ലെങ്കിലും ശരിയാവില്ല. ഓളാണെങ്കിൽ വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും തുള്ളി വെള്ളം എടുത്ത് കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എവിടേക്കും പോക്കില്ല. അത് ശരിയാണ്. ഞങ്ങളെ വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്ന അന്ന് എല്ലാരും വരും പോവൊക്കെ ചെയ്തീന്ന്. വാപ്പയും ഉമ്മയും പോയില്ലപ്പൊ. ഓനും പോയി.
ആ അമ്മായി എപ്പളാ വന്ന്? ഞാനതേടി ഇപ്പൊ കൊറച്ചേരായിട്ടുള്ളൂ വന്നിട്ട്. ഇജ്ജ് ജോലി കഴിഞ്ഞിട്ട് വരേക്കാരല്ലേ? ആ ഇതമ്മ കൊറച്ച് മാങ്ങേന് വണ്ടിക്കാരെടുത്ത് കണ്ടപ്പോ മേടിച്ചതാ. ആ ഇന്നമ്മടെ കുട്ടി ചെല്ലേ. ആ ചായ ഒക്കെ തരാ, തുണിയും കുപ്പായൊക്കെ മാറ്റിട്ട് ഇങ്ങോട്ട് വായ, രാവിലെയാണ് പോയതല്ലേ. എന്നാ ഞാൻ തുണിയും കുപ്പായൊക്കെ ഒന്ന് കഴിച്ചിട്ടെ. അമ്മായി ഇരിക്കിട്ടാ, ഞാൻ ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് വരാം. എന്നാ ഇജ്ജ് തുണിയും കുപ്പായം കഴിച്ചിട്ടിട്ട് വായ. അല്ലടി, എന്തിനാ ഇജ്ജ് ഇവിടെ പണിക്കാരനയക്കണത്? ഒരു പെൺകുട്ടിനൊക്കെ ഇങ്ങനെ പണിക്കാരനയക്ക അനക്ക് സുഖമില്ലേ തീരെ? പിന്നെ ഓള് പണിക്കോവാതെ പിന്നെ എങ്ങനെ ഈ കുടുംബം നോക്കുക? അണക്ക് പോയിക്കൂടെ? ഓളെ പഠിച്ചാനും മണ്ണാച്ചിട്ട് അണക്ക് എന്തെങ്കിലും പെരയിൽ എന്തെങ്കിലും പണിക്ക് പോയാ പോരെ? വലിയ ശമ്പളം ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ ശമ്പളം എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അത് പോരപ്പ നിങ്ങക്ക് രണ്ടാക്കും ജീവിക്കാന്. ആ പെണ്ണിനെ വെറുതെ ഓരോ കണ്ണി കണ്ടുകൊടുത്തൊക്കെ പറഞ്ഞയക്കണത്. നിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങക്ക് അറിയില്ലേ? കുമ്പിട്ട് നീർന്നിട്ട് ഒരു സാധനം എടുക്കാൻ വെച്ച ഞാൻ എന്ത് പണിക്ക് പോവാനാണ്? എനിക്കുള്ള ഗുളികയും മരുന്നും സകല ചെലവും എന്റെ കുട്ടിയാണ് നോക്കണത്. നിങ്ങൾ എന്ത് വർത്താനം നിങ്ങളൊക്കെ ഈ പറയണത്? ഞാൻ എന്റെ കുട്ടീനെ ഇവിടെ പണിക്കാരനയച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സുയിക്കല്ല. എന്റെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. കാക്ക ഉണ്ടാവുമ്പോഴോ ആരും വരൂല. കാക്ക മരിച്ചതിന് ശേഷം ഉണ്ടല്ലോ ആരെങ്കിലും ഒന്ന് വരിക. ഒരാളെങ്കിലും ഞങ്ങളെ കണ്ണിലൊന്ന് കണ്ടിക്കണം. എത്ര വട്ടം ഞാൻ വിളിച്ച് ഒരു ദിവസം വാടക കൊടുക്കാനില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് തരുമെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചല്ലോ. അപ്പൊ എന്തോ ഓലൊക്കെ പറഞ്ഞേ, ഞങ്ങൾക്ക് പണി ഇല്ലാതിരിക്കാണ്, ഇജ്ജ് വേറെ എത്തുന്നെങ്കിലും വാങ്ങിക്കോ. ഒരു നേരത്തെ പോലെ ആരും സഹായം ഇല്ല, ആരതും ഇല്ല. പിന്നെ നിങ്ങൾക്കൊന്നും ഇത് പറയാനുള്ള അവകാശവും ഇല്ല. എന്റെ കുട്ടി നല്ല രീതിയിലാണ് രാവിലെ പണിക്ക് പോണതും വൈകുന്നേരം വരുന്നതും. എന്റെ കുട്ടി ഇതുവരെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല. ഇനി നല്ലപോലെ അതിനെ എങ്ങനെയെങ്കിലും ഒരാളെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കണം എന്നുണ്ട്. എന്തൊക്കെ പറയണ്ടല്ലോ മാട്. ഇന്നാലും അനക്ക് ഊരവേദന ഒക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാണ്. ഇന്നാലും ഈ ഒന്നിനാത്രം പോകുന്ന പെണ്ണിനൊന്നും പണിക്കാരനാക്കാൻ പറ്റൂല. ഇന്നാ തന്നെ ഞാൻ ഒരു സംഭവം കേട്ടിട്ട് വന്നത് എന്നോട് ചോദിക്കാന്. അന്റെ മകളെ ഒരു ചെക്കനെയും കൂടി ആൾക്കാർ കണ്ടൂന്നോ, കടയിന്ന് ആരോറ്റ വർത്താനം പറഞ്ഞു എന്തൊക്കെയാ പറയണൊക്കെ ഉണ്ടേ. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ലട്ടാ. എന്നാലും ഞാൻ പറയാ, ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. ഇപ്പത്തെ മക്കളാണ്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവൂലേ. അത് ഓളെ കൂട്ടുകാരന്മാരാരെങ്കിലും ഇക്കാര്യങ്ങൾ ഇല്ലാത്തത് പറയണ്ട. ഓൾ അങ്ങനെ ഒന്നും ചെയ്യൂല. ഞാനില്ലാത്ത കാര്യം പറഞ്ഞോന്നല്ല, ഉള്ള കാര്യം പറഞ്ഞാണ് ഞാൻ എന്നോട്. ശരി, മക്കളെ വളർത്തുമ്പോഴേ നല്ല രീതിയിൽ വളർത്തണം. ഇതൊക്കെ കൈവിട്ട് പൊയ്ക്കണ് എന്റെ മകളൊക്കെ. കണ്ണി കണ്ട ആണുങ്ങളെ പിന്നാലെ ചേച്ചേ പണിക്ക് പറഞ്ഞേക്കാൻ നാണം ഉണ്ടനക്ക്. മാപ്പ മരിച്ചിക്കെന്ന് വിചാരിച്ചിട്ട് എല്ലാ തോന്നിവാസത്തിനും അത് പറഞ്ഞേക്കല എല്ലാ. പിന്നെ ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞ എനക്ക് മുണ്ടാട്ടുമില്ല, ഒന്നുമില്ല. മുണ്ടാതാണ് നിന്ന കാര്യങ്ങളൊക്കെ ആണ് കെഞ്ചുവല്ലോ. തള്ളയുടെ മകൾ എങ്ങനെ നടക്കണം എന്നുള്ളത് തള്ളക്ക് അറിയില്ല. ഞാൻ ഒറിച്ചു കൊടുത്തിട്ട് നോക്കൂ. ഇന്ന കുറ്റം പറയല്ലേ, നല്ലപോലെ പണിക്ക് പോയിട്ട് ജീവിക്കണ ഇന്ന കുറ്റം പറയാ. സ്വന്തം മകൾ അങ്ങനെ ആയിക്കരിക്കും തൊള്ളക്കൂടെ എടുക്കും. അല്ല അമ്മായിയെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ നല്ലപോലെ ജീവിക്കരുത്, അതേക്കാരല്ലേ നിങ്ങക്ക് വേണ്ടത്? നിങ്ങക്ക് നിങ്ങളെ സ്വന്തം മകളെ കാര്യം നോക്കിയാ പോരെ, എന്തിനാ വേറുള്ളവരെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത്രയും കാലം ഇല്ലാത്തൊരു സ്നേഹം ഇപ്പൊ. മോളെ മുണ്ടല്ലേ, ഓരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും മുണ്ടായിരിക്കുമ്മ. കൊറേ കാലം അത് കേട്ട് സഹിച്ച് നിന്നതല്ലേ. ഇപ്പൊ മരിച്ചപ്പോ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഞാന് നേരം വെളുത്ത് പണിക്ക് പോയിട്ട് വേണം ഈ കുടുംബം പോറ്റാന്. ആരെങ്കിലും 10 പൈസ തന്നിക്കണമെങ്കിൽ കുഴപ്പമില്ല, എന്നാ ഓല് പറയണേല് ന്യായം ഉണ്ടെന്ന് വെക്കാം. ഇതോ, ഒരാള് പറഞ്ഞ കേട്ട് നിൽക്കാൻ എന്തായാലും ഇന്നെ കൊണ്ട് പറ്റൂല.
എന്റെ മകളെ ഞാനേ നല്ല രീതിയിലാ ഓ വളർത്തുന്നത്. നല്ല രീതിയിൽ വളർത്തിയ മകളുണ്ട്. കണ്ണി കണ്ട ആണുങ്ങളെ പിന്നാലെ ആ ബസ് സ്റ്റോപ്പിൽ കിടന്ന് തെണ്ടണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ. തോളില് കൈയിടുന്നേ, ജ്യൂസ് കൊടുക്കണ്, ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നത്. എന്റെ ഉമ്മാക്കും അറിയാം. ഇന്റെ മകളോ? ഇന്റെ മകളെ ജി എവിടെ വെച്ചിട്ടും കാണൂല. ഇന്റെ കുട്ടി കോളേജ് വിട്ട പെര, പെര വിട്ട കോളേജ്, അതിന്റെ അപ്പുറത്തേക്ക് ഇന്റെ കുട്ടി പോവില്ല. പിന്നെ അഥവാ ഒന്ന് പോയാൽ ഓളെ കൂട്ടുകാരത്തോളൊപ്പം ഇരുന്നിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഓളെ പെരേക്കൊന്ന് പോകും. അതല്ലാതെ എന്റെ മകള് പടി പുറത്താണ്ട് ഇറങ്ങണില്ല. ഇജ് ഇങ്ങനെ തെണ്ടി നടക്കണ പോലെ ഒന്നുമല്ല. അന്നപ്പോ പേടിച്ചാൻ ആരും ഇല്ലല്ലോ. വാപ്പിയില്ല, വാപ്പാന്റെ ആൾക്കാരും ഇല്ല. പിന്നെ ഇപ്പൊ എന്തോ ആണെങ്കിലും ആവാലോ. വിളിച്ചു ചോദിച്ചു നോക്കി. നിങ്ങളെ മകളോട് തന്നെ നല്ലൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി. അപ്പൊ അറിയാലോ മകൾ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൂടെ നിങ്ങക്ക്. കുറെ കാലായി ഇത്. ഞാൻ ഓൾക്ക് വിളിച്ചു ചോദിച്ചു നോക്കാലോ. നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം. ആ അത്രക്കായോ? ഹലോ, ഇജ് ഇന്നലെ ആരായിട്ടെങ്കിലും വർത്താനം പറഞ്ഞില്ലേടി? കൂട്ടുകാരനോ? ഏത് കൂട്ടുകാരെ? ഇജ് നോണ അറിയണ്ട, സത്യം പറഞ്ഞോ. അന്നെ ജംഷി കണ്ടിക്കണെന്ന് പറഞ്ഞു. എന്തുമ്മാണ്? എന്താ ചൂറിണ്ടടിക്കണ്? ഞാനണ്ട് വരട്ടാ. ഞാനണ്ട് പേരന്റെ ഉള്ളിൽ വരട്ടെ. അനക്കുള്ളത് ഞാൻ തരാം. ജിദ്ദിനാണല്ലേ സ്റ്റഡി ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോണത്. അനക്കുള്ളത് ഞാൻ തരാം. ഞാൻ ട്ടാ, ഇനി മതി എന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ. അനക്കുള്ള ഞാൻ തരാം. ഞാനണ്ട് വരട്ടെട്ടാ. അവിടെ നിക്ക് ജി. ഫോൺ കട്ടാക്കും. ഫോൺ കട്ടാക്കട്ടു. ഇപ്പൊ എന്തിയേ നിങ്ങള് നാവിറങ്ങിയോ? ഒരാളൊന്ന് തിരിഞ്ഞു നോക്ക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളപ്പ ഉണ്ടായിരുന്ന കാലത്തെ എല്ലാരും ഞങ്ങളപ്പാന വാണ്ടിന്നല്ലോ. ഒരു കല്യാണത്തിന് പോണെങ്കി വണ്ടി വിളിക്കാന് ഞങ്ങളപ്പ, ഡ്രസ്സ് എടുക്കാൻ ഞങ്ങളപ്പ. എന്തോ ഒരു സ്നേഹേനു. ഇപ്പൊ നിങ്ങളെ സ്നേഹമൊക്കെ എവിടെ പോയി? ഇപ്പൊ മരിച്ചതിന്റെ ശേഷം ഞങ്ങളെ ഒഴിവാക്കിയില്ലേ. ഇപ്പൊ എവിടുന്ന് കിട്ടാനൊന്നുമില്ലല്ലോ. പിന്നെ ആകെ ഇപ്പൊ ഞാനാ പണിക്കോണത്. അതും കൂടി കണ്ട് ഇല്ലാതാക്കണം നിങ്ങക്ക്. അതിന് വേണ്ടിയിട്ടല്ലേ. ഇന്റെ ഉമ്മാനെ എങ്ങാനും നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ ഉമ്മാനെ കരയാതെ കൊണ്ടിടക്കുക ഞാൻ. അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ ഈ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും ഇല്ലാതാക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നല്ല ഒരാളും വരണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുടുംബങ്ങളും ഇല്ല. നിങ്ങൾ പോവാൻ നോക്കുക നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ മുണ്ടാതിരിക്കണ എന്തുകൊണ്ടാന്നറിയോ? അതൊരു പെൺകുട്ടിയല്ലേ, അതിന് നാട്ടിലിറങ്ങി നടക്കണ്ടേ, അതിന്റെ കല്യാണക്കാരും ശരിയാവണ്ടേന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നിങ്ങൾ എന്റെ മകളെ പറ്റിട്ട് ഈ പറയുമ്പോണ്ടല്ലോ എത്ര സങ്കടം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. സ്വന്തം മകളെ കാര്യം നോക്കാതെ വേറുള്ളവരെ കാര്യം നോക്കുക. നിങ്ങളിപ്പോ ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമില്ല. ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഉപദ്രവിക്കാതൊന്ന് ഞങ്ങളൊന്ന് മനസ്സമാധാനത്തോടെ നിന്നോട്ടെ. ഞങ്ങൾ കാക്ക ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. അന്നും കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടം വാങ്ങാനും ഡ്രസ്സ് എടുപ്പിക്കാനും ഇതിനൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു. എന്റെ കാക്കാന്റെ വാങ്ങിയ പൈസ ആരെങ്കിലും തന്നിക്കണോ? ഒരു നേരെ ആരെങ്കിലും തന്ന് ഞങ്ങളെ സഹായിച്ചിക്കണോ? എന്റെ കുട്ടിക്ക് ഇടാനടക്കം ഡ്രസ്സ് ഇല്ലാതെ ഇരുന്ന സമയത്ത് അയൽവാസികളാ ഞങ്ങളെ സഹായിച്ചിരുന്നത്. അത്ര പോലും കുടുംബങ്ങൾ ആരും സഹായിച്ചിട്ടില്ല. ഞാനും ഒരു പേരും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ആങ്ങള സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾ ആരും വന്നില്ല? ഇപ്പൊ നിങ്ങൾ ഇന്നെ കൊണ്ട് പറയിപ്പിക്കാണ്. വന്ന് കേറിയിട്ട് ഞാൻ നിങ്ങളെ ആട്ടി ഇറക്കി എന്നുള്ള പേര് വേണ്ട. നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയ എന്റെ മകളെ പറ്റിയിട്ട് നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ പോവാൻ നോക്കിക്കോളി. അതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ എന്തായാലും ഇനി ഒന്നും പറയാനൊന്നും വേണ്ടിയ ഞാൻ പോവാണ്. എനിക്ക് ബസ് കിട്ടൂല. ഞാൻ പോട്ടെ. ഉമ്മാന്റെ കുട്ടിക്ക് സങ്കടായോ? സാരില്ലടി. ഓൽക്കൊക്കെ നമ്മോട് പറയാനേ വെക്കുള്ളൂ. നമ്മക്കറിയാലോ നമ്മളെ ജീവിതം എന്താന്നുള്ളത്. പടച്ചോൻക്കും അറിയാം. പടച്ചോൻ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ. ഒരു നേരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ കുറ്റം പറയാനായിട്ട് വരിക.
ഈ ഇപ്പൊ പണിക്ക് പോവുണ്ടല്ലോ, പണിക്ക് പോയിട്ട് എന്റെ അടുത്തൊക്കെ പൈസ ഉണ്ടായാലോ, ആ ഒരു പേടിയാണ് ഓൽക്ക്. ഞാൻ എന്തിനമ്മ സങ്കടപ്പെടുന്നത്? ഇക്ക് ഒരു സങ്കടവും ഇല്ല. നിന്റെ അമ്മ സങ്കടപ്പെടാതിരുന്നാ മാത്രം മതി. ഇക്ക് അത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കുത്തുങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ കൂടെ കാണുമ്പോ ദേഷ്യ വരുന്നു. മനുഷ്യന്മാര് നേരെ പോയിട്ട് പട്ടിയുടെ പോലെ പണിയെടുത്ത് പെരടുള്ളിക്കോട് കേറി വരുമ്പോഴല്ലോ ഇങ്ങനത്തെ ഓരോരോ വർത്താനം കേട്ട് നിക്കാൻ വെയ്യ. നിക്ക് സത്യം പറഞ്ഞാല് നിങ്ങൾ സങ്കടപ്പെടാതിരുന്നാ മതി. നിക്കത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടി സമാധാനായിട്ട് ഇരിക്കാൻ ചായ എടുത്തരാം, അല്ലെങ്കിൽ ആ ചായ എടുത്ത് കുടിച്ചോ. അമ്മായി ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. ഞാനടുത്ത് കുടിച്ചോളാം. വേണമെന്നുണ്ടെങ്കിൽ കുടിച്ചാ മതി. കുടിച്ചില്ലാച്ചിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല. ഉമ്മാക്ക് അടുക്കളയിൽ കുറച്ചും കൂടി പണികളുണ്ട്, അത് ചെയ്യട്ടെ.